ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വിദ്യാസ് രസോയ്. ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് നമ്മളൊരു ഫിഷ് പിക്കിളാണ്. അത് വിദ്യാസ് രസോയ് ഫിഷ് പിക്കിള് ചൂര വെച്ചിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് നല്ല ചൂര കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു പിക്കിളാക്കി കുറച്ച് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. നന്ദുവിന് ശിവയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. അവരാകെ കൂടി കഴിക്കുന്ന പിക്കിൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഞാനൊരു 1 kg ചൂര എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൂണ ചൂര അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, പേര് പറഞ്ഞാലും. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറി ലീഫും ടെർമറിക് പൗഡർ, ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, പിന്നെന്താ കുറച്ച് ഗാർലിക്ക് ഒക്കെ, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മസാല നമുക്കൊന്ന് പുരട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തു വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്കൊരു 1 hour എങ്കിലും നമുക്ക് അങ്ങനെ നന്നായിട്ട് വെച്ചിരിക്കണം. അപ്പം ഇതിലെ മസാലകളൊക്കെ ഈ ഫിഷിലേക്ക് നന്നായിട്ട് പിടിക്കും. ഇത് ഞാൻ കുറച്ചൊരു നാരങ്ങ നീരിലാണെങ്കിൽ ഒന്ന് കഴുകിയെടുത്തതാണ്. അപ്പോൾ ആ ഒരു ടൂണയുടെ ഒരു വല്ലാത്തൊരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഒന്നുകിൽ നമ്മൾ വിനിഗറിലോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസിലോ ഒന്ന് കഴുകാമെങ്കിൽ നല്ല ഒരു സ്മെല്ലായിരിക്കും നമ്മുടെ ഫിഷിന്. അപ്പോൾ ഇത് ഒരു 1 hour ആയിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, നമ്മൾ പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി. അതപ്പോൾ നമുക്കിനി പിക്കിളിനുള്ള ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തു വെക്കാം. അപ്പം ആദ്യം തന്നെ നമ്മൾ ഫിഷ് ഒന്ന് വറുത്ത് വെക്കാൻ പോവാണ്. എന്നിട്ടാണല്ലോ നമ്മൾ പിക്കിൾ റെഡിയാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പാകത്തിനുള്ള, ഞാൻ കൊക്കനട്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പം കൊക്കനട്ട് ഓയിലൊക്കെ ചെയ്താലേ നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം പിന്നെ ഇതിൻ്റെ സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് ചെറിയ പീസായിട്ടോ വലിയ പീസായിട്ടോ എങ്ങനെയാണെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഒന്നിച്ചിട്ടിട്ട് ഇങ്ങനെ കുത്തി ഇളക്കിയൊന്നും കളയാണ്ട് ഓരോന്നോരോന്നായിട്ടൊക്കെ നന്നായിട്ടൊന്ന് നിരത്തിയൊക്കെ ഇട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് ഫ്രൈ ആവുകയും വേണ്ട, ഒരുപാടങ്ങ് വേകാതെ ഇരിക്കണ്ട. ഒരു മീഡിയം പരുവത്തിൽ വെന്ത് കിട്ടണം. ഒത്തിരി അങ്ങ് ഫ്രൈ ആയി പോയാലും ഒരു ടേസ്റ്റ് കാണത്തില്ല. അങ്ങനെ നമ്മളല്ലാണ്ട് തന്നെ ടൂണ ഫ്രൈ ഒക്കെ കഴിക്കുന്ന പോലെ ചിലർക്ക് ഒരുപാട് അങ്ങ് മൊരിഞ്ഞ് കിട്ടണമല്ലോ, അപ്പം അങ്ങനെ നമുക്ക് പിക്കിളിന് അത്ര ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഈ ടൂണ അല്ലാണ്ട് നമുക്ക് നത്തോലി വെച്ചിട്ടോ ചില സ്ഥലങ്ങളിലൊക്കെ മത്തി, നമ്മുടെ ചാളയൊക്കെ വെച്ചിട്ട് ആൾക്കാർ ചെയ്യാറുണ്ട്. കിങ് ഫിഷ് ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ മുള്ളെല്ലാം ഇങ്ങനെ മാറ്റണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ കുറേശ്ശെ ഇട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇവിടെയുള്ള 2 ആൾക്കാർക്ക് ഇങ്ങനെ വറുത്ത് വെക്കുമ്പോഴേ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഇഷ്ടമുള്ള ഒരു ഫിഷ് എന്ന് പറയുന്നത് ടൂണയാണ്. അവരുടെ ഫേവറേറ്റ് എന്ന് പറയാം. അല്ലാണ്ട് ഉള്ള ഒരു ഫിഷും കഴിക്കാറില്ല. ഒന്നും തന്നെ ഇഷ്ടമല്ല, ടൂണ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഗ്രേവി ആണെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു 1-2 പീസൊക്കെ ആണെങ്കിലോ അവർ കഴിക്കത്തുള്ളൂ. അല്ലാത്ത ഒന്നും തന്നെ അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല. ചിക്കനാണ് അവർക്ക് ഇഷ്ടമുള്ള കാര്യം. അപ്പം ഞാനിതെല്ലാം വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിൽ നമുക്കങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഇനി ആ ഓയിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട. അത് നമ്മൾ ഇനിയും വേണമെങ്കിൽ വേറെ വല്ല മീൻ മറക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള തന്നെ ഓയിൽ എടുക്കുന്നതാണ് നല്ലത്. ഇപ്പം ഒരു വലിയൊരു ഇത് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാകുമ്പോൾ കുറച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പാത്രത്തിലാണല്ലോ ഇളക്കാനൊക്കെ നമുക്കൊരു സൗകര്യം. അപ്പം എണ്ണ ചൂടായി കഴിഞ്ഞു. അതിലേക്ക് ഞാൻ ഇനി കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഗാർലിക് ഇട്ട് കൊടുക്കുക. നീളത്തിൽ അരിഞ്ഞിടണം. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ പിക്കിൾസ് എല്ലാം തന്നെ. ഇനി നമുക്ക് കുറച്ച് ജിഞ്ചറും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇടുന്നത് കുറച്ച് കറി ലീഫാണ്. ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല. കുറച്ച് കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ, ജിഞ്ചറും ഗാർലിക്കും കറി ലീഫും ഒന്നും. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കിനും നമുക്ക് മസാലകളും കൂടി ചേർക്കാം. ഇനി നമ്മൾ ടെർമറിക് പൗഡറാണ്. മഞ്ഞൾപ്പൊടി ഒരു 2 ടീസ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഒരു വലിയ ടേബിൾ സ്പൂണിനാണ് ഞാൻ ഇതിട്ടിരിക്കുന്നത്, മുളക് പൊടി ഇട്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് വേണം. ഇത് കാശ്മീരി ചില്ലി ആയതുകൊണ്ട് ഞാനൊരു 5-6 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനൊട്ടും എരിവില്ല, ഒരു ചെറിയ എരിവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഈ കാണുന്ന പോലത്തെ എരിവൊന്നുമില്ല. എരിവാണെങ്കിൽ ഇവിടെ ആരും കൂട്ടത്തില്ല. ഇനി നമ്മുടെ ആ ഒരു മസാലയുടെ ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്കിതിലേക്ക്
നമ്മൾ കുറച്ച് വിനിഗറാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. നമ്മളിതിൽ മല്ലിപ്പൊടിയൊന്നും ചേർക്കത്തില്ല, കുറച്ച് വിനിഗറാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കത്തില്ല. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് പൂത്തു പോകും. ഇനി നമ്മളിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഗ്രേവിയൊക്കെ നിങ്ങൾക്ക് എത്ര വേണം എന്നുള്ളത് ആലോചിച്ചിട്ട് വേണം. ചിലർക്ക് കുറച്ച് തിക്കായിട്ടിരിക്കുന്ന പിക്കിളാണ് ഇഷ്ടം, ചിലർക്ക് കുറച്ചൊക്കെ ലൂസായിട്ടിരിക്കണം. ഇവിടെ ഇവർക്കെല്ലാം നല്ല തിക്കായിട്ടിരിക്കുന്നതാണ്, അവർക്ക് ആ പീസ് കഴിക്കാനാണ് ഇഷ്ടം. അപ്പം ഞാൻ കുറച്ചും കൂടി വിനെഗറും കൂടെ ആഡ് ചെയ്തു. ഇനി മസാല നന്നായിട്ടൊന്ന് മൂത്തൊക്കെ വരട്ടെ കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയാണ് ഇടുന്നത്. ആദ്യം തന്നെ നിങ്ങൾക്ക് ഉലുവായിട്ടിടുന്നത് കുഴപ്പമില്ല, പിന്നെ ഉലുവാപ്പൊടിയാണെങ്കിൽ അങ്ങനെ ചേർക്കാം. ഉലുവാപ്പൊടിയാണെങ്കിൽ നമുക്ക് ഈ ടൈമിൽ ചേർത്താൽ മതി. നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരുന്ന ഫിഷും കൂടെ നമുക്കിതിലേക്ക് തട്ടിക്കൊടുക്കാം. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടവും ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നല്ല സൂപ്പർ കളറല്ലേ? കളറ് കണ്ട് ആരും പേടിക്കണ്ട കേട്ടോ, അതുപോലെ എരിവൊന്നുമില്ല ഇതിന്. നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് കളറ് മാത്രമേ ഉള്ളൂ, എരിവ് ഒട്ടും ഇല്ല കേട്ടോ. ആരും കളറ് കണ്ട് പേടിക്കണ്ട, ഇത് ഇത്രയും എരിവായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുകയാണ് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട്. പുളിശ്ശേരിക്കാണെങ്കിലും ഇതിനൊക്കെ ആണെങ്കിലും കുറച്ച് ഉലുവയുടെ സ്മെല്ല് നിൽക്കുമ്പം നല്ലൊരു ടേസ്റ്റ് അല്ലേ, മീൻ കറിക്കൊക്കെ ആണെങ്കിലും ഒക്കെ. ഓരോന്നിനും ഓരോന്നാണ്. നമ്മൾ സാമ്പാറിനാണെങ്കിൽ കായത്തിൻ്റെ സ്മെല്ല് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്, ഇപ്പോൾ രസത്തിനാണെങ്കിലും ഒക്കെ. ചിക്കൻ കറിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് മസാലകൾ ഗ്രാമ്പൂവും കറുവപ്പട്ടയുടെയും ഒക്കെ ഒരു സ്മെല്ല്. അങ്ങനെ ബിരിയാണിക്കാണെങ്കിൽ അങ്ങനെ ഓരോന്നിനും ഓരോ സ്മെല്ലുണ്ടല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയി ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഫിഷ് പിക്കിൾ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. നോക്കിക്കേ. അപ്പം വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയുക. അപ്പം എൻ്റെ നന്ദുക്കുട്ടനാണെങ്കിൽ വിദ്യാസ് രസോയുടെ ബ്രാൻഡ് ഇറക്കാൻ വേണ്ടിയിട്ട് പിക്കിളിനുള്ള ഇതൊക്കെ ബോട്ടിലൊക്കെ റെഡിയാക്കി അതിൽ ലേബലൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു ചെറിയ ഇതിലേക്ക് എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പുറത്ത് തന്നെ വെക്കാം. നമ്മൾ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ഒരു 1 മന്ത് വരെ അത് 1 മന്ത് വരെ ഇരിക്കത്തില്ല, ആകെ ഇത് ഇത്തിരിയേ ഉള്ളൂ. കൂടുതലായാലും നമുക്കൊരു 1 മന്ത് വരെ പുറത്തിരുന്നാലും കുഴപ്പമില്ല, ഓരോ സ്ഥലത്തെ ക്ലൈമറ്റ് പോലെ. പിന്നെ അത് കഴിഞ്ഞ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാലും കുഴപ്പമില്ല. എവിടെ വേണമെങ്കിലും നമുക്കിത് സൂക്ഷിക്കാം. നമ്മളൊരു തുള്ളി പോലും വെള്ളം ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം ഇവിടെ 2 ആൾക്കാർ ടേസ്റ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അവർക്കതൊന്ന് വായി വെച്ച് കൊടുക്കട്ടെ കേട്ടോ. അപ്പം അവർക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കാണിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കഴിക്കാൻ കൊടുക്കട്ടെ കേട്ടോ. അപ്പം ഇനിയൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒന്നും മറന്നു പോകരുത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ തരണം കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും കാണുന്നേരം വരെ ബൈ ബൈ.